ഇവർ ഒപ്പിടരുതെന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മിണ്ടാതെ സ്വന്തം മന്ത്രിമാരുടെ കയ്യിൽ നിന്നും ഈ വിവരം മറച്ചു വെച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പൊ അവരെ സൂചിപ്പിക്കാനാണ് പറയുന്നത്. ഈ രാജ്യത്തെ കൊച്ചുകുട്ടികൾക്ക് പോലെ അറിയാം, ഫാസിസത്തിനെതിരായി, ഏകാധിപത്യത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായി, നരേന്ദ്രമോദി സർക്കാരിനെതിരായി സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. അദ്ദേഹം പറഞ്ഞില്ലേ 55 മണിക്കൂറാണ് അദ്ദേഹത്തെ ED ചോദ്യം ചെയ്തത്. കാരണപ്പെടുത്താണ്. പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാനുള്ളത്, 55 മണിക്കൂർ ED സുഖമില്ലാത്ത സോണിയാഗാന്ധിയെയും ശ്രീ രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്തത് തീരായിരുന്നോ? പറയുമ്പോൾ സൂക്ഷിച്ച് നിങ്ങൾ പറയണം. നിങ്ങളായിക്കോ, നിങ്ങൾ അവരുടെ നല്ല പുസ്തകത്തിൽ കയറി ഈ കേസിൽ നിന്നെല്ലാം തലയൂരാൻ നോക്കിക്കോ. രാഹുൽ ഗാന്ധി ചെയ്യാവുന്ന കാര്യം. അധിക്ഷേപകരമായ പരാമർശമാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ പ്രവർത്തകയെക്കുറിച്ചോ ഒരു വനിതയെക്കുറിച്ചോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതറിഞ്ഞ് മണിക്കൂറുകൾക്കകം അയാളെ പുറത്താക്കി മുസ്ലിം ലീഗ്. ഞാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. തെറ്റാണ് അയാൾ ചെയ്തത്. ഞങ്ങൾ ആരും അതിനെ പിന്തുണച്ചില്ല. ഒരാൾ പോലും അത് ശരിയാണ്, ആ ഭാഷ കുഴപ്പമാണ്, അല്ലെ അടർത്തി മാറ്റിയതാണ് എന്ന് ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. ഒരാളും, എല്ലാവരും അതിനെ ശക്തിയായി അപലപിക്കുകയും അയാളെ സസ്പെൻഷനല്ല, ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. പക്ഷേ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി, അതില്ല. പക്ഷേ ഒറ്റ ചോദ്യം, എതിരായി അശ്ലീല പരാമർശം നടത്തിയ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. എന്ത് നടപടിയെടുത്തു? CPM. KK രമയ്ക്കെതിരായി എത്ര അധിക്ഷേപകരമായ പരാമർശം CPM-കാർ നടത്തി? ഒരു നടപടിയെടുത്തില്ല. വീണ S നായർക്കെതിരെ നടത്തി, ഒരു നടപടിയും എടുത്തില്ല. ഏറ്റവും അവസാനം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മനെ കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി. സെക്രട്ടേറിയറ്റിൽ ഒരു CPM നേതാവ്, നന്ദകുമാർ എന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഓർമ്മ, അയാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് നടപടിയെടുക്കാൻ നിർവാഹമില്ല എന്ന മറുപടി എൻ്റെ ഓഫീസിൽ ഇരിക്കുന്ന തിരുവനന്തപുരം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരായി അധിക്ഷേപകരമായ പരാമർശം നടത്തിയ സെക്രട്ടേറിയറ്റിലെ CPM നേതാക്കൾക്കെതിരെ നടപടിയെടുത്തില്ല. ഈ വിജയരാഘവനെതിരെ നടപടിയെടുത്തില്ല. ഇനി മാർക്കും പറയുന്നില്ല. ഇരയായി പഠിക്കണം, ഞങ്ങളെ കണ്ട് പഠിക്കണം. CPM ഒരു വിജയത്തെ ബാധിക്കില്ല. ഇതാണ് ജനങ്ങൾ പറയുന്ന, ഇതാണ്. UDF കണ്ടോ? മണിക്കൂറുകൾക്കാണ് നടപടിയാണ്. ഇതാണ് ചോദ്യം. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ലതിക സുഭാഷന്റെ PS അച്യുതാനന്ദന്റെ പരാമർശം എത്ര എണ്ണമാണ്? ഒരു ആരഡസനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആരഡസൻ. പിന്നെ നിങ്ങളുടെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട്, നിങ്ങളുടെ സഹോദരിമാർക്കെതിരായി നടത്തിയ പരാമർശം ഇല്ലേ?